എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണം വന്ദേ നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ് ഇന്ന് 236-ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 32-ാം അധ്യായം 11-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓം സഹനാവവതു സഹനവ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയ ജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാഹദോസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും നീതമായ പ്രണാമം. തൃതീയ സ്കന്ധം 32-ാം അധ്യായം ശ്ലോകം 11. മൂന്നാം സ്കന്ധം അധ്യായം 32 ശ്ലോകം 11. അഥതം സർവഭൂതാനാം ഹൃത്പത്നേഷു കൃതാലയം ശ്രുതാനുഭാവം ശരണം വ്രജഭാവേന ഭാമിനി. കപിലോപദേശത്തിന്റെ അന്തിമ ഭാഗത്തിലേക്കാണ് നമ്മൾ എത്തിയത്. ബ്രഹ്മാവ് പോലും കൽപ്പാന്ത പ്രളയത്തിൽ ഭഗവാനിലേക്ക് ലയിച്ച് ഇല്ലാതാകുന്നുവെന്നും അതുവരെ ബ്രഹ്മപദം പ്രാപിച്ചിരുന്ന അനേക ജീവന്മാരെയും കൂടി ചേർത്തുകൊണ്ടാണ് ബ്രഹ്മാവ് ഏറ്റവും ഒടുവിൽ ബ്രഹ്മപദത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ പരമേശ്വര പദത്തിലേക്ക് എത്തുന്നത് എന്ന് കാണിച്ചുകൊണ്ടാണ് മുമ്പത്തെ ശ്ലോകം ഉപസംഹരിച്ചത്. അഥതം സർവഭൂതാനാം അഥ അനന്തരം സർവഭൂതാനാം ഹൃത്പത്മേഷു കൃതാലയം, എല്ലാ ഭൂതങ്ങളുടെയും ഹൃത്പത്മത്തിൽ കൃതാലയം താമസം ചെയ്തിരിക്കുന്നവൻ, വസിക്കുന്നവനായ, ശ്രുത അനുഭാവം കേൾക്കപ്പെട്ട അനുഭാവത്തോടു കൂടിയവനുമായ തം അവൻ. ആ പരമേശ്വരനെ തന്നെ, ആ പരമപുരുഷനെ തന്നെ ഭാവേന ശരണം വ്രജ, ഹേ ഭാമിനി സംബോധന. ഭാവേന, ഭാമിനി പരിശുദ്ധിയായവൾ എന്നുള്ളൂ, ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ടവൾ. ആ ഭഗവാനെ തന്നെ സർവഭാവേന, എല്ലാ ഭാവത്താലും ശരണം വ്രജ, ശരണത്തെ പ്രാപിക്കൂ. വ്രജ എന്ന് പ്രാപിക്കൂ, എത്തൂ എന്നർത്ഥം. അതുകൊണ്ട് ഭഗവാനെ തന്നെ നേരിട്ട് ഭജിക്കുന്നവർക്ക് ഭൗതികത ഉപേക്ഷിച്ചു പോകുമ്പോൾ ഭഗവാനോട് ചേരും. അതുകൊണ്ട് ഈ മറ്റുള്ള ഈശ്വരന്മാരെ നേരിട്ട് ഭജിച്ച് അതാത് ലോകങ്ങളിലൂടെ ബ്രഹ്മലോകത്തിലെത്തി കുറേ കാലങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം ഭഗവാനിലേക്ക് ചേരുന്നതിനേക്കാൾ നേരിട്ട് ഭഗവാനിലേക്ക് ലയിക്കാൻ സാധിക്കും. ഭൗതികത മുഴുവൻ ത്യജിച്ച് ഭഗവാനോട് അവർക്ക് ചേരാൻ പറ്റും. അതുകൊണ്ട് ഹേ പരിശുദ്ധിയായ മാതാവേ, സകലഭൂതങ്ങളുടെയും ഉള്ളിൽ നിരന്തരമായും പ്രകാശിക്കുന്ന ആ പുരുഷോത്തമനായ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചോളൂ. ആ ഭഗവൻ മഹാത്മ്യത്തെയൊക്കെ ഇത്രയും എൻ്റെ വാക്കുകൾ കൂടി കേട്ട് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പരമപ്രാപ്യമായ ഭഗവാനെ തന്നെ ആശ്രയിച്ച് ജീവിക്കൂ എന്ന് അമ്മയോട് ഉപദേശിക്കുകയാണ്. അഥതം സർവഭൂതാനാം ഹൃത്പത്മേഷു കൃതാലയം ശ്രുതാനുഭാവം ശരണം വ്രജഭാവേന ഭാമിനീം. അഥതം സർവഭൂതാനാം ഹൃത്പത്മേഷു കൃതാലയം ശ്രുതാനുഭാവം ശരണം വ്രജഭാവേന ഭാമിനീം. ആദ്യസ്ഥിരചരാണാം യോ വേദഗർഭ സഹർഷിഭിः യോഗേശ്വരൈ കുമാരാദ്യൈ സിദ്ധൈ യോഗപ്രവർത്തകൈ ഭേദദൃഷ്ട്യാഭിമാനേന
നിസ്സംഗേനാപി കർമ്മണാം കർത്തൃത്വാത് സഗുണം ബ്രഹ്മ പുരുഷം പുരുഷർഷഭം സംസൃത്യ പുനഃകാലേ കാലേനീശ്വരമൂർത്തിനാം ജാതേ ഗുണം വ്യതികരേ യഥാപൂർവം പ്രജായതേ. 3 ശ്ലോകം ഒന്നിച്ച് ആശയം പറയുന്നതേ ഉള്ളൂ. ആദ്യ സ്ഥിരചരാണാം, സ്ഥിരചരങ്ങളുടെ ആദ്യനാണ്. സ്ഥിരചരണം സ്ഥാവര ജംഗമങ്ങൾ. സ്ഥിരമായിരിക്കുന്നത് സ്ഥാവരം, ചരിക്കുന്നത് ജംഗമം. അങ്ങനെയാണ് സ്ഥാവര ജംഗമങ്ങൾ സ്ഥിരചരങ്ങൾ. സ്ഥിരചരങ്ങളുടെയും ആദിഭൂതനാണ് ഭഗവാൻ. ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ, ചരാചരാത്മകമായ പ്രപഞ്ചത്തിൻ്റെ സർവ വസ്തുക്കൾക്കും ആദികാരണം, ആദിമൂലം ഭഗവാനാണ്. എന്നു മാത്രമല്ല, വേദഗർഭ, വേദത്തെ ഗർഭിച്ചു നിൽക്കുന്നവനാണ്. തൻ്റെ ഉള്ളിൽ വേദം നിറഞ്ഞു നിൽക്കുന്നവനാണ്. ഫഹർഷിഭിഹി, ഋഷിഭിഹി ഫഹ, ഋഷിമാരോടൊപ്പം, യോഗേശ്വരൈഹി കുമാരാദ്യൈഹി, യോഗീശ്വരന്മാരായ പനകാദികളായ കുമാരാദ്യന്മാരാൽ, സിദ്ധൈഹി യോഗപ്രവർത്തകൈഹി, സിദ്ധന്മാരായ യോഗപ്രവർത്തകന്മാരാലും, യോഗത്തെ പ്രവർത്തിപ്പിക്കുന്നവരും സിദ്ധന്മാരുമായ സനൽകുമാരാദികളായ കൂടെ യോഗേശ്വരൈ കുമാരാദ്യൈ സിദ്ധൈർ യോഗപ്രവർത്തകൈ ഭേദദൃഷ്ട്യ അഭിമാനീനാം, ഭേദദൃഷ്ടി കൊണ്ടുള്ള അഭിമാനത്താൽ നിസ്സംഗേനാപി കർമ്മണ, നിസ്സംഗമായ കർമ്മം കൊണ്ടും ഭംഗമില്ലാത്ത കർമ്മം കൊണ്ടും ഒന്നിനോടും ഒട്ടലില്ലാത്ത കർമ്മത്തോടു കൂടിയവനായിരുന്നിട്ടും അഭിമാനേന, അഭിമാനത്തോടു കൂടിയവനായിട്ട് ഭേദദൃഷ്ട്യ, ഭേദഭാവനയോടു കൂടിയുള്ള അഭിമാനം കൊണ്ട് യോഗേശ്വരന്മാരും യോഗപ്രവർത്തകന്മാരും സിദ്ധന്മാരുമായ സനകാദികളായ കുമാരന്മാരോട് കൂടിയവരും ഭേദദൃഷ്ട്യ അഭിമാനേന നിസ്സംഗേനാപി കർമ്മണ കർത്തൃത്വാത് സഗുണം ബ്രഹ്മ പുരുഷം പുരുഷർഷഭ. എന്താ കർത്തൃത്വാത്? കർത്തൃത്വം കാരണമായിട്ടാണ് ഈ ഭേദഭാവനയോട് കൂടിയ അഭിമാനം ഏവർക്കും ഉണ്ടാകുന്നത്. ഞാനാണ് ചെയ്യുന്നതെന്ന്, ഏത് പ്രവർത്തിക്കും കർത്താവ് ഞാനാണ് എന്ന് സ്വയം അഭിമാനിച്ച് ആ കർത്തൃത്വബോധമുള്ളിലുണ്ടാക്കുമ്പോൾ അഭിമാനം കൂടുക തന്നെ ചെയ്യും. ഞാനല്ല ഇതൊന്നും ചെയ്യുന്ന, ഈശ്വരനാണ് എന്നെക്കൊണ്ട് ചെയ്യിക്കൽ മാത്രമേ ഉള്ളൂ, ഞാനൊരു ഉപകരണമാണ് എന്നാണ് വിചാരിക്കേണ്ടത്. പക്ഷെ തിരിച്ചാണ്, ഞാനാണ് ഇതിന് കാരണക്കാരൻ. കർത്തൃത്വാ. അതുകൊണ്ട് ഭേദദൃഷ്ടിയ അഭിമാനേന, ഭേദദൃഷ്ടി കൊണ്ടും അഭിമാനം കൊണ്ടും നിസ്സംഗമായ കർമ്മം കൊണ്ടും സഗുണം ബ്രഹ്മ പുരുഷം പുരുഷർഷഭ, സഗുണമായ ആകൃതികളോട് കൂടിയ പുരുഷർഷഭം, പുരുഷോത്തമനുമായ ബ്രഹ്മ, സർവവ്യാപിയുമായ പുരുഷം ഭഗവാനെ സംസൃത്യ പ്രാപിച്ചിട്ട് പുനഃക്കാലേ, വീണ്ടും കാലമാകുമ്പോൾ, കാലേന ഈശ്വരമൂർത്തിന, ഈശ്വരമൂർത്തിയായ കാലം കൊണ്ട്, ഈശ്വരസ്വരൂപമായ കാലം കൊണ്ട്, കാലസ്വരൂപനാണ് ഈശ്വരൻ, ഈശ്വരസ്വരൂപമാണ് കാലവും. ജാതേ ഗുണം വ്യതികരേ യഥാപൂർവം പ്രജായതേ. ജാതേ ഉണ്ടാകുമ്പോൾ, ഗുണം വ്യതികരേ ജാതേ, ഗുണവ്യതികരമുണ്ടാകുമ്പോൾ
ഗുണങ്ങളുടെ ഉണ്ടാകുമ്പോൾ, സത്വരജസ്തമസ്സുകൾ കൂടിച്ചേരുമ്പോൾ യഥാപൂർവം മുമ്പത്തെ പോലെ പ്രജായതയെ വീണ്ടും ജനിക്കുന്നു ഉണ്ടാവും. ആരാണോ എല്ലാം ഭഗവാനാണ് എന്ന് മാത്രം ഭാവിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അവരെ ഭഗവാനിലേക്ക് തന്നെ ചെന്നേരും. അതില്ലാത്തവർ ബ്രഹ്മാവാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും പുനരാവർത്തി രൂപമായ സംസാരം അനുഭവിക്കേണ്ടി വരും. ബ്രഹ്മാവിന് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മുടെ കാര്യം പറയാനില്ലല്ലോ. അതുകൊണ്ടാണ് ചരാചരങ്ങളായ ഈ ലോകങ്ങളിലെ ആദ്യമുണ്ടായ ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവ് കൂടെ അഭിമാനം കൊണ്ട് സംഭവിച്ച ഭാവനയാൽ വീണ്ടും ബ്രഹ്മാവായിട്ട് ജനിക്കേണ്ടി വരും. കൽപ്പാന്തപ്രളയം കഴിയുമ്പോൾ വീണ്ടും ബ്രഹ്മാവായിട്ട് ജനിക്കേണ്ടി വരും. ജനനമരണങ്ങളുടെ ദുഃഖം ആർക്കുണ്ട്? ബ്രഹ്മാവിന് പോലും ഉണ്ട്. പിന്നാട്ടെ നമ്മുടെ കാര്യം. അതുകൊണ്ട് വേദം ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജ്ഞാനസ്വരൂപൻ എന്നതിനെ പറയാം. ആരെ? ബ്രഹ്മാവ്. യോഗീശ്വരന്മാരും യോഗത്തെ പ്രവർത്തിപ്പിക്കുന്നവരുമായ സനകാദികളായ ഋഷിമാർ, അവര് ബ്രഹ്മാവിൽ നിന്ന് ജനിച്ചവരാണ്. പിതാവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ സഹായിക്കണമെന്നുള്ളതിനെ നിരസിച്ചുകൊണ്ട് ലോക ഐശ്വര്യത്തിനായിട്ട് തപസ് ചെയ്യാൻ പോയവരാണ്. ഞാനാണ് സൃഷ്ടിക്കുന്നതെന്ന്, എന്തു ചെയ്യുന്നതെന്ന് അഭിമാനം ആർക്കുണ്ടാകുന്നുവോ അപ്പോൾ ഈശ്വരസ്വരൂപമായിരിക്കുന്ന ഈ കാലത്തിലെല്ലാം ലോകത്തെയും അടക്കിയിരിക്കുന്ന പ്രകൃതിയുടെ ഗുണം, അതിന് സാമ്യാവസ്ഥയ്ക്ക് ക്ഷോഭമുണ്ടാകും, ഒരു ചലനം ഉണ്ടാകും, ഇളക്കം ഉണ്ടാകും. അപ്പോൾ സത്വരജസ്തമസ്സുകൾ കൂടിച്ചേരും. അങ്ങനെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ സർവ്വജീവകളും ശരീരാത്മകമായ ബ്രഹ്മാണ്ടത്തെ സ്വശരീരമായിട്ട് സൃഷ്ടിയിൽ ഞാനാണ് സൃഷ്ടിക്കുന്നുള്ള അഭിമാനത്തോടുകൂടി വീണ്ടും പുനർജന്മത്തിന് കാരണമാകും. പുനർജന്മത്തിന് കാരണം ഈ അഭിമാനം മാത്രമാണ്. ഞാനാണ് എൻ്റേതാണ് എന്നുള്ള അഭിമാനമാണ് വീണ്ടും വീണ്ടും ജന്മത്തിന് കാരണം. അതുകൊണ്ട് അത് വെടിഞ്ഞ് ഈശ്വരസ്വരൂപത്തെ, പരമാത്മ ചൈതന്യത്തെ ബോധത്തിൽ ഉറപ്പിച്ച് ധ്യാനിച്ച് അതിലേക്ക് ലയിക്കണം എന്ന് ബോധ്യപ്പെടുത്തുകയാണ് 3 ശ്ലോകത്തിൽ. ആദ്യ സ്ഥിരചരാണാം യോ വേദഗർഭസഹർഷഭീം യോഗേശ്വരേ കുമാരാദ്യേ സിദ്ധേ യോഗപ്രവർത്തകൈ ഭേദദൃഷ്ട്യാഭിമാനേന നിസ്സംഗേനാപി കർമ്മണാം കർത്തൃത്വദ്സഗുണം ബ്രഹ്മ പുരുഷം പുരുഷർഷഭം സംസൃത്യ പുനഃ കാലേ കാലേനീശ്വരമൂർത്തിനാം ജാതേ ഗുണം വ്യതികരേ യഥാപൂർവം പ്രജായതേ. ആദ്യ സ്ഥിരചരാണാം യോ വേദഗർഭസഹർഷിഭീം യോഗേശ്വരൈ കുമാരാദ്യൈ സിദ്ധൈര്യോഗപ്രവർത്തകൈ ഭേദദൃഷ്ട്യാഭിമാനേന നിസ്സംഗേനാപി കർമ്മണാം കർത്തൃത്വാദ്സഗുണം ബ്രഹ്മ പുരുഷം പുരുഷർഷഭം സംസൃത്യ പുനഃ കാലേ കാലേനീശ്വരമൂർത്തിനാം ജാതേ ഗുണം വ്യതികരേ യഥാപൂർവം പ്രജായതേ. അന്വയം പറയാൻ വിട്ടുപോയതാണ് മുമ്പത്തെ ശ്ലോകത്തിൽ. അതും കൂടി പറഞ്ഞിട്ട് പരിണാമത്തിൻ്റെ അന്വയം പറഞ്ഞിട്ട് 12, 13, 14 പറയാം. അഥ ഭാമിനി സർവഭൂതാനാം ഹൃത്വത്മേഷു കൃതാലയം ശ്രുതാനുഭാവം തം ഭാവേന ശരണം ഉറയ. ഈ 12, 13, 14 കൂടി ഒന്നിച്ച് പറയാം. സ്ഥിരചരാണാം ആദ്യഃ വേദഗർഭഃ യഃ നിസ്സംഗേന കർമ്മണ അപി കർത്തൃത്വാത് ഭേദദൃഷ്ട്യാ അഭിമാനേന യോഗേശ്വരൈഃ യോഗപ്രവർത്തകൈഃ സിദ്ധൈഃ കുമാരാദ്യൈഃ സഗുണം പുരുഷർഷഭം ബ്രഹ്മ പുരുഷം സംസൃത്യ
പുനഃ കാലേ ഈശ്വരമൂർത്തിന കാലേന ഗുണവ്യതികരേ ജാതേ യഥാപൂർവം പ്രജായതേ. ആദ്യ സ്ഥിരചരാണാം യോ വേദഗർഭഹർഷിഭിः യോഗേശ്വരേ കുമാരാദ്യേ സിദ്ധേര്യോഗപ്രവർത്തകൈ ഭേദദൃഷ്ട്യാഭിമാനേന നിസ്സംഗേനാഭികർമ്മണാം കർത്തൃത്വാത് സഗുണം ബ്രഹ്മ പുരുഷം പുരുഷർഷഭം സംസൃത്യ പുനഃ കാലേ കാലേനീശ്വരമൂർത്തിനാം ജാതേ ഗുണവ്യതികരേ യഥാപൂർവം പ്രജായതേ. ഐശ്വര്യം പാരമേഷ്ഠ്യം ച തേപി ധർമ്മവിനിർമ്മിതം നിഷേവ്യ പുനരായാന്തി ഗുണവ്യതികരേ ഫതീം. ഐശ്വര്യം പാരമേഷ്ഠ്യം ച, പരമേഷ്ഠിയെ സംബന്ധിക്കുന്നത് പാരമേഷ്ഠ്യം. പരമേഷ്ഠി ഏറ്റവും പരമമായ സ്ഥാനത്ത് ഇരിക്കുന്നവൻ. ആ സ്ഥാനത്തെ സംബന്ധിക്കുന്നതായ ഐശ്വര്യം, പാരമേഷ്ഠ്യം ഐശ്വര്യം. പരമേഷ്ഠിയെ സംബന്ധിച്ചതായ ഐശ്വര്യം ച തേപി ധർമ്മവിനിർമ്മിതം, അവരും ധർമ്മത്താൽ ഉണ്ടാക്കപ്പെട്ടതായ പാരമേഷ്ഠ്യമെന്ന ഐശ്വര്യത്തെ നിഷേവ്യ സേവിച്ചിട്ട് പുനരായാന്തി വീണ്ടും തിരിച്ചു വരുന്നു. ഗുണവ്യതികരേ ഫതി, ഗുണങ്ങൾക്ക് ഒരു കൂടിച്ചേരൽ ഉണ്ടാകുമ്പോൾ വീണ്ടും ഇതെല്ലാം പഴയ പോലെ ആയിത്തീരുക തന്നെ ചെയ്യുന്നു. അതിനെയാണ് ജനനം സൃഷ്ടി എന്നൊക്കെ പറയുക. അപ്പോൾ ബ്രഹ്മലോകത്തെ പ്രാപിച്ചിരിക്കുന്ന പുണ്യജീവന്മാരും അവരുടെ ധർമാനുഷ്ഠാനങ്ങളുടെ ഫലമായിട്ട് ബ്രഹ്മാവിന്റെ ലോകത്തിലുള്ള എല്ലാവിധ സുഖസമൃദ്ധികളും അനുഭവിച്ചാൽ ഈ ത്രിഗുണങ്ങളുടെ കൂടിച്ചേരൽ ഉണ്ടാകുമ്പോഴൊക്കെ ഈ പ്രകൃതിയിൽ ഒരു ചലനം, ക്ഷോഭം ഉണ്ടായിട്ട് സൃഷ്ടി ആരംഭിക്കും. പിന്നെയും മനുഷ്യലോകത്തിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരും. ഇതാണ് ഈശ്വര ഭജനം ചെയ്ത് ലക്ഷ്യത്തിലെത്താതിരുന്നാലുള്ള ദോഷാംശത്തെ ഒന്ന് വ്യാഖ്യാനിച്ചത്. ഐശ്വര്യം പാരമേഷ്ഠ്യം ജാതേ വിധർമ്മ വിനിർമ്മിതം നിഷേവ്യ പുനരായാന്തി ഗുണവ്യതികരേ ഫതീം. തേ അപി ധർമ്മവിനിർമ്മിതം പാരമേഷ്ഠ്യം ഐശ്വര്യം നിഷേവ്യ ഗുണവ്യതികരേ ഫതി പുനഃ ആയാന്തി. ഐശ്വര്യം പാരമേഷ്ഠ്യം ജാതേ വിധർമ്മവിനിർമ്മിതം നിഷേവ്യ പുനരായാന്തി ഗുണവ്യതികരേ ഫതീം. ഐശ്വര്യം പാരമേഷ്ഠ്യം ച തേപി ധർമ്മവിനിർമ്മിതം നിഷേവ്യ പുനരായാന്തി ഗുണവ്യതികരേ ഫതീം. ഏത്വിഹാസക്തമനസാം കർമ്മസു ശ്രദ്ധയന്വിതാഹം കുർവന്ത്യപ്പനിഷിദ്ധാനി നിത്യന്യവിച കൃത്സ്നസാം. ഏതു ഇഹ ആസക്തമനസഃ, ആരാകട്ടെ ഇഹ ഇവിടെ ഈ ലോകത്തിൽ ആസക്തമനസഃ, ഏറ്റവും ആസക്തിയുള്ള മനസ്സോട് കൂടിയവർ, ഏറ്റവും ആഗ്രഹമുള്ള മനസ്സോട് കൂടിയവർ, അവരെ കർമ്മസു കർമ്മങ്ങളിൽ ശ്രദ്ധയന്വിതാഹ, ശ്രദ്ധയോട് കൂടിച്ചേർന്ന്, ശ്രദ്ധയാ അന്വിതാഹ കൂടിച്ചേർന്ന, കർമ്മസു ശ്രദ്ധയന്വിതാഹ കർമ്മങ്ങൾ ശ്രദ്ധയോട് കൂടിയവരായിട്ട് കുറുവന്തി ചെയ്യുന്നു. അപ്രതിഷിദ്ധാനി നിത്യാനി ച പാച കൃത്സ്നസ, അപ്രതിഷിദ്ധം പ്രതിഷേധിക്കപ്പെടാത്തത്, പ്രതിഷേധിക്കാൻ ആവാത്തതായ അപ്രതിഷിദ്ധങ്ങളായ നിത്യാനി അപി നിത്യമാണെങ്കിലും കൃഷ്ണഃ കൃഷ്ണശഃ സമ്പൂർണമായി കുർവന്തി ചെയ്യുന്നു.
ലൗകിക സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവർ ആരാണോ അവരെ അതാത് സമയത്തുള്ള ആഗ്രഹങ്ങളെ സാധിക്കാൻ വേണ്ടി വേദത്തിൽ നിഷേധിക്കപ്പെട്ടവയുമായ കാമ്യകർമ്മങ്ങളെയൊക്കെ സന്ധ്യാവന്ദനാദികളായ നിത്യകർമ്മങ്ങളെയും ശ്രദ്ധയോടുകൂടി ആരാണോ അനുഷ്ഠിക്കുന്നത് അവർക്ക് നേരിട്ട് ബ്രഹ്മലോകത്തിൽ നിന്നും അപ്പുറത്തേക്ക് കടക്കാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഏതു ഇഹ അഫക്ത മനഃഃ, ആസക്തിയില്ലാത്ത മനസ്സോടുകൂടി കർമ്മങ്ങളുടെ ശ്രദ്ധയോടുകൂടി വേദങ്ങൾ പ്രതിഷേധിക്കാത്ത നിത്യങ്ങളായ സമ്പൂർണമായ അനേകം കർമ്മങ്ങൾ ചെയ്യും. നിത്യകർമ്മങ്ങൾ സന്ധ്യാവന്ദനാദികളൊക്കെ നിത്യം ചെയ്യേണ്ടതാണ്. വേദത്തിൽ അരുത് എന്ന് പറയാത്ത അപ്രതിഷിദ്ധങ്ങളുമായ ആ കർമ്മങ്ങൾ സമ്പൂർണമായിട്ട് മനുഷ്യൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ചെയ്തു വേണം ലക്ഷ്യത്തിലേക്കെത്താൻ. ഏത്വിഹാഭക്തമനഃ കർമ്മസു ശ്രദ്ധയാന്വിതാഹം കുർവന്ത്യപ്രതിഷിദ്ധാനി നിത്യാന്യപി ച കൃഷ്ണശാം. ഇഹ ആസക്തമനഃ കർമ്മസു ശ്രദ്ധയാ അന്വിതാഃ യേ അപ്രതിഷിദ്ധാനി നിത്യാനി അപി കൃഷ്ണശഃ കുർവന്തി. ഏത്യുഹാസക്തമനഃ കർമ്മസു ശ്രദ്ധയാന്വിതാഃ കുർവന്ത്യപ്രതിഷിദ്ധാനി നിത്യാന്യപി ച കൃഷ്ണശാം. ഏത്യുഹാസക്തമനഃ കർമ്മസു ശ്രദ്ധയാന്വിതാഃ കുർവന്ത്യപ്രതിഷിദ്ധാനി നിത്യാന്യപി ച കൃഷ്ണശാം. രജസാകുണ്ഠമനസാം കാമാത്മാനോജിതേന്ദ്രിയാഃ പിതॄൻ യജന്ത്യനുദിനം ഗൃഹേഷു അഭിരതാശയാഃ. രജസാകുണ്ഠമനഃ, രജോ ഗുണം കൊണ്ട് കുണ്ഠിതമായ മനസ്സോടു കൂടിയിരിക്കുന്നവർ. രജസാകുണ്ഠമനഃ കാമാത്മാനോ അജിതേന്ദ്രിയാഃ, കാമാത്മാക്കളാണ്, ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ പറ്റാത്തവരാണ്. പിതൃൻ യജന്തി അനുദിനം, എല്ലാ ദിവസവും പിതൃക്കളെ യജിക്കുന്നു. ഗൃഹേഷു അഭിരത ആശയാഃ, വീടുകളിൽ തന്നെ അഭിരമിക്കാൻ ആഗ്രഹിക്കുന്നവരായ യാതൊരുവരുണ്ടോ അവരെ രജോ ഗുണം കൂടിയിരിക്കുന്നത് കൊണ്ട് വിഷയങ്ങളെക്കുറിച്ച് എപ്പോഴും അവർ ചഞ്ചലചിത്തരാണ്. എന്ത് കണ്ടാലും എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അതേസമയത്ത് അവർക്ക് ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയുകയുമില്ല. നിത്യേന ജീവിക്കുന്ന ഗൃഹസുഖങ്ങളിൽ ഏറ്റവും ആസക്തരായ അവര് ശ്രദ്ധയോടുകൂടി പൂജാവിധികൾ കൊണ്ട് പിതൃന്മാരെയൊക്കെ പൂജിക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോ വഴികളാണ്. ഈ വഴികളിൽ കൂടി അവർ എത്തിയാൽ അതിൻ്റെ അപ്പുറത്തെ കടക്ക് തന്നെ ചെയ്യണം. ഇവകളൊക്കെ മാർഗങ്ങളാണ്, വഴികളാണ്, ലക്ഷ്യം വേറെയാണ്. അതുകൊണ്ട് ലോകത്തിൽ രജോ ഗുണം ബാധിച്ചവരായ കാമാത്മാക്കളായ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ പറ്റാത്തവരെ എല്ലാ ദിവസവും വീടുകൾ അഭിരക്തരായി തീർന്നിട്ട് പിതൃകർമ്മങ്ങൾ ചെയ്യുന്നു, പിതൃക്കളെ യജിക്കുന്നു. രജസാകുണ്ഠമനസാം കാമാത്മാനോ ജിതേന്ദ്രിയാഃ പിതॄൻ യജന്ത്യനുദിനം ഗൃഹേഷു അഭിരതാശയാഃ. രജസ കുണ്ഠമനസഃ കാമാത്മാനഃ അജിതേന്ദ്രിയാഃ ഗൃഹേഷു അഭിരതാശയാഃ യേ അനുദിനം പിതॄൻ യജന്തി. രജസാകുണ്ഠമനസഃ കാമാത്മാനോ ജിതേന്ദ്രിയാഃ പിതॄൻ യജന്ത്യനുദിനം ഗൃഹേഷു അഭിരതാശയാഃ. രജസാകുണ്ഠമനസാം കാമാത്മാനോ ജിതേന്ദ്രിയാഃ പിതॄൻ യജന്ത്യനുദിനം ഗൃഹേഷു അഭിരതാശയാഃ. ത്രൈവർഗികാസ്തേ പുരുഷാ വിമുഖാം ഹരിമേധസാം
കഥായാം കഥനീയോരു വിക്രമസ്യ മധുദ്വിഷാം നൂനം ദൈവേന വിഹതാം ഏജാ അച്യുതകഥാഫുധാം ഹിത്വാ ശൃണ്വന്ത്യഫദ്ഗാഥാ പുരീഷമിവ വിഡ്ഭുജാം ദക്ഷിണേന പഥാര്യംണപിതൃലോകം പ്രജന്തി യേ പ്രജാമയ പ്രജായന്തേ ശ്മശാനന്ദക്രിയാകൃതാഹം. ത്രൈവർഗികാഹ തേ. ത്രിവർഗത്തെ മാത്രം ആശ്രയിച്ചവരായ അവർ. ധർമ്മം, അർത്ഥം, കാമം, അതാണ് ത്രിവർഗം. മോക്ഷം കൂടെ ആയാൽ 4ആയി. പക്ഷേ ത്രൈവർഗികന്മാർക്ക് തേ പുരുഷ വിമുഖാഹ ഹരിമേധഫഃ. ഹരിമേധഫോട് കൂടിയ അവർ. ഇവിടെ ഹരി എന്ന വാക്കിനർത്ഥം ഹരിക്കുക, സംഹരിക്കുക, ഇല്ലാതാക്കുക എന്നർത്ഥം. മേധഫ് എന്ന് പറയുന്നത് സംസാര ദുഃഖമാണ്. അപ്പൊ ഹരിമേധഫ് എന്ന വാക്കിന് സംസാര ദുഃഖത്തെ ഇല്ലാതാക്കുന്ന എന്ന് അർത്ഥമാണ് പറയേണ്ടി വരിക. നമുക്കെപ്പോഴും ഹരി എന്ന് കേട്ടാൽ പരിചിതമായ ആ ഒരു അർത്ഥത്തിലേക്കല്ല ഇവിടെ പോകേണ്ടി വരുന്നത്. ഹരിമേധഫഃ, സംസാര ദുഃഖത്തെ ഹരിക്കുന്ന മേധയോടുകൂടിയ ഹരിമേധഫഃ. കഥായാം, കഥയിൽ, കഥനീയോരു വിക്രമസ്യ മധുദ്വിഷഃ, കഥനീയമായ, കഥിക്കപ്പെടേണ്ട ഒരു വിക്രമൻ, വലിയ വിക്രമത്തോടു കൂടിയവനായ മധുദ്വേഷിയായ സാക്ഷാൽ ഭഗവാന്റെ സംസാരത്തെ ഇല്ലാതാക്കുന്ന ബുദ്ധിയോടു കൂടിയിരിക്കുന്ന ആ വിഷ്ണുവിൻ്റെ കഥയിൽ, കഥായാം ത്രൈവർഗികാഹ പുരുഷാഹ വിമുഖാഹ. ആ ത്രൈവർഗികന്മായ പുരുഷന്മാർ വിമുഖരാണ്. നൂനം ദൈവേന വിഹതായേ, തീർച്ചയായിട്ടും ദൈവേന, വിധി കൊണ്ട്, വിഹത, ഹനിക്കപ്പെട്ടവരായി, ഏജാപി അച്യുതഫുധാം, ആരാണോ അച്യുതഫുധേ, ഒരിക്കലും നശിക്കാത്ത അമൃതിനെ, അച്യുതമായ ഫുധയെ, ത്രൈവർഗികന്മാർ മിക്കവാറും കഥനീയോരു വിക്രമനും ഹരിമേധഫുമായ മഹദ്വേഷിയുടെ കഥകളിൽ വിമുഖരായിരിക്കും. തീർച്ചയായിട്ടും അവര് അച്യുത കഥാഫുധാം ഹിത്വാ, ഉപേക്ഷിച്ചിട്ട്, ശൃണ്വന്തി, കേൾക്കുന്നു, അസദ്ഗാഥാഹ, അസത്തിൻ്റെ ഗാഥകളാണ് അവർ കേൾക്കുന്നത്. പുരീഷമിവ വിഡ്ഭുജ, വിഡ്ഭുക്കുകൾക്ക് പുരീഷം അമേധ്യം എന്നതുപോലെ അമേധ്യം മാലിന്യത്തെ മാത്രം ഭക്ഷിക്കുന്നവർക്ക് അമേധ്യം എന്നതുപോലെ പുരീഷമിവ വിഡ്ഭുജ, പുരീഷം അമേധ്യം, വിഡ്ഭുജ, ആ പുരീഷം ഭുജിക്കുന്നവർ, മലം ഭക്ഷിക്കുന്നവർ, കൃമികീടങ്ങൾ, അവരെ ഈ കൃമികീടങ്ങളെ ഒഴിവാക്കുന്നത് പോലെ ഹിത്വ, നശിപ്പിച്ചിട്ട്, ഇല്ലായ്മ ചെയ്തിട്ട്, ഇല്ലാതാക്കിയിട്ട്. അപ്പം ഉരുക്രമനായ ഭഗവാന്റെ കഥയിലെ, മധുദ്വേഷിയായ ഭഗവാന്റെ കഥയിൽ വിമുഖരായിട്ടിരിക്കുന്നവർ, അതിൽ ശ്രദ്ധയില്ലാതിരിക്കുന്നവർ, അവരെ അച്യുത കഥാഫുതയെ ഉപേക്ഷിച്ചിട്ട്
അമേധ്യം ഭക്ഷിക്കുന്ന പ്രാണികളെ പോലെ അഫത്കഥാഹ, അഫത്തുക്കളായ കഥകളെ പാടിക്കൊണ്ട് ശൃണ്വന്തി, ആരാണോ കേൾക്കുന്നത്, അഫത്തായ കഥകൾ ആരാണോ കേൾക്കുന്നത്, അഫത് ഗാഥാഹ ശൃണ്വന്തി, അഫത്തായ ഗാഥകളെ കേൾക്കുന്നു. ഫത്തായ ഈശ്വരസ്വരൂപത്തെ അല്ല കേൾക്കുന്നത്, അഫത്തുകളായ ഭൗതിക ലോകജീവിതത്തിൻ്റെ കഥകളെയാണ് നിരന്തരമായും അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണീന പഥ അര്യമ്ണ, സൂര്യൻ്റെ തെക്കോട്ടുള്ള മാർഗത്തിലൂടെ, അര്യമാവ് സൂര്യൻ, അര്യമ്ണ സൂര്യൻ്റെ, ദക്ഷിണീന പഥ തെക്കോട്ടുള്ള വഴിയിലൂടെ, തെക്കൻ ചായ്വിലൂടെ പിതൃലോകം പ്രജന്തി. ദക്ഷിണായന കാലത്താണ് അവർ മരിക്കുന്നെങ്കിൽ അവർ പിതൃലോകത്തിലേക്ക് തന്നെ പ്രാപിക്കും. അവിടെ പ്രജാനാം അനുപ്രജായന്തേ ശ്മശാനാന്തക്രിയാകൃതാഹ. പ്രജാനാം അനുപ്രജായന്തേ, അവരെ പിതൃലോകത്തെ ക്രിയകൾ ചെയ്യുന്നവരായിട്ട് പ്രജകളെ അനുസരിച്ച് വീണ്ടും അവർക്ക് ജനിക്കേണ്ടി വരും. പുരുഷാർത്ഥങ്ങൾ 4 ഇവിടെ 3ൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആൾക്കാർ. 4ാമത്തെ പുരുഷാർത്ഥത്തിലല്ല, മോക്ഷത്തിലുള്ള ശ്രദ്ധ. കർമാർത്ഥ ധർമാർത്ഥകാമങ്ങളെന്ന ഈ 3 പുരുഷാർത്ഥങ്ങളെ മാത്രം ആശ്രയിക്കുന്നവർ ഭക്തന്മാരുടെ സംസാരത്തെ നിശേഷം ഇല്ലായ്മ ചെയ്യുവാനുള്ള കാരുണ്യമുള്ള, കീർത്തിക്കാൻ തക്ക യോഗ്യതയുള്ള ആ അസാധാരണമായ കർമ്മങ്ങൾ ചെയ്യുന്ന ഭക്തരക്ഷകനായ ആ ശ്രീഹരിയുടെ കഥയിലാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ശ്രദ്ധയില്ലാത്തവരും ഒരിക്കലും നശിക്കാത്ത ഭഗവാന്റെ അമൃതസമാനമായ കഥ ഉപേക്ഷിച്ചിട്ട് പന്നി മരം ഭക്ഷിക്കുന്നവരെ പോലെയാവും. അവരെ നല്ല ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് ഈ ചീത്ത ഭക്ഷണം, മരം കഴിക്കുന്നത് പോലെ അഫൽ കഥകളെ കേൾക്കുന്നവരായിട്ട് ഈ പ്രാരബ്ധ കർമ്മഫലരൂപമായ ഈ സംസാരത്തെ അനുഭവിക്കുന്നവരാണെന്നറിയണം. അവർക്ക് സംസാരത്തിന് പിന്തിരിയാൻ പറ്റില്ല, ഉപരതി ഉണ്ടാവില്ല. അവരെ ദക്ഷിണമാർഗത്തിൽ കൂടി പിതൃദേവനായിരിക്കുന്ന അര്യമാവിൻ ലോകത്തെ പ്രാപിക്കും, പിന്നെയും ജനിക്കും. ഗർഭാധാനം മുതൽ മരണം വരെ എല്ലാ കർമ്മങ്ങളും ആഗ്രഹത്തോടെ നടത്തും, മരിക്കും, പിന്നെയും ജനിക്കും, പിന്നെയും മരിക്കും, പിന്നെയും ജനിക്കും. ഇങ്ങനെ സംസാര ചക്രഭ്രമണം തുറന്നുകൊണ്ടേയിരിക്കും. ഈ ഗതിക്ക് ഒരവസാനവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഭഗവത് കഥയിൽ വിമുഖരായിരുന്നാൽ സംസാരലോക ജീവിതത്തിലേക്ക് കറങ്ങി തിരിഞ്ഞ് കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഭഗവത് കഥയിൽ രതിയുണ്ടായാൽ മാത്രം മതി എന്ന് സൂചിപ്പിക്കാം. ത്രൈവർഗികാസ്തേം പുരുഷാ വിമുഖാ ഹരിമേധവ കഥായാം കഥനീയോരു വിക്രമസ്യമധുദ്വിഷാം നൂനം ദൈവേന വിഹത ഏചാച്യുതകഥാസുധാം ഹിത്വാ ശൃണ്വന്ത്യഫദ്ഗാഥാം പുരീഷമിവ വിഭുജാം ദക്ഷിണീന പഥാര്യം ന പിതൃലോകം പ്രജന്തിയേ പ്രജാമനുപ്രജായന്തേ ശ്മശാനന്തക്രിയാകൃതാഹം. അവരെ ശ്മശാനത്തിൽ അവസാനിക്കുന്ന ക്രിയകളോട് കൂടിയവരായിട്ട് വീണ്ടും വീണ്ടും ജനിക്കാൻ ഇടയാകും. ജനനം തീരില്ല. അവർക്ക് ശ്മശാനം വരെയുള്ള ക്രിയകൾ,
ജനനം മുതൽ അന്തിമ സംസ്കാരം വരെയുള്ള ഷോഡശ സംസ്കാരത്തിൽ പറയുന്ന ക്രിയകളൊക്കെ ചെയ്തുകൊണ്ട് ഈ ലോകത്ത് തന്നെ ഒരു ജന്മം കൊണ്ടുവരും. ത്രൈവർഗികാഹ കഥനീയോരുവിക്രമസ്യ ഹരിമേധസഃ മധുദ്വിഷഃ കഥായാം വിമുഖാഃ യേ അച്യുതകഥാസുധാം ഹിത്വാ വിഡ്ഭുജഃ പുരീഷം ഇവ അസദ്ഗാഥാഃ യേ ശൃണ്വന്തി തേ ദൈവേന വിഹതാഃ നൂനം തേ ദക്ഷിണേന പഥാ അര്യംനഃ പിതൃലോകം പ്രജന്തി ശ്മശാനന്ദക്രിയാകൃതാഃ പ്രജാം അനുപ്രജായന്തെ. ത്രൈവർഗികാപ്തേ വൃഷാ വിമുഖാ ഹരിമേധസ കഥായാം കഥനീയോരുവിക്രമസ്യ മധുദ്വിഷാം നൂനം ദേവേന വിഹിത ഏതച്യുതകഥാസുധാം ഹിത്വാ ശൃണ്വന്ത്യസദ്ഗാഥാം പുരീഷമിവ വിഡ്ഭുജാം ദക്ഷിണേന പഥാര്യം ന പിതൃലോകം വ്രജന്തി തേ പ്രജാമനുപ്രജായന്തെ ശ്മശാനന്ദക്രിയാകൃതാഃ. ത്രൈവർഗികാസ്തേ പുരുഷാം വിമുഖാ ഹരിമേധസാം കഥായാം കഥനീയോരുവിക്രമസ്യ മധുദ്വിഷാം നൂനം ദൈവേന വിഹിതാം ഏതച്യുതകഥാസുധാം ഹിത്വാ ശൃണ്വന്ത്യസദ്ഗാഥാം പുരീഷമിവ വിഡ്ഭുജാം ദക്ഷിണേന പഥാര്യം ന പിതൃലോകം വ്രജന്തി തേ പ്രജാമനുപ്രജായന്തെ ശ്മശാനന്ദക്രിയാകൃതാഃ. തതസ്തേ ക്ഷീണസുഹൃദാഃ പുനർലോകമിമം സതി പതന്തി വിവശാദേവൈ സദ്യോ വിഭ്രംശിതോദയാഃ. രണ്ട് മാർഗത്തെക്കുറിച്ചാണ്. ഒന്ന് സൂര്യമാർഗം, പിന്നൊന്ന് ചന്ദ്രമാർഗം, ദക്ഷിണായനം, ഉത്തരായനം എന്നുള്ള അയനങ്ങളൊക്കെ വിഭജിച്ച് നമ്മൾ ധാരാളം കേട്ടതാണ്. ഈ പിതൃലോകത്തിൽ വസിക്കാനുള്ള പുണ്യം അവിടുത്തെ സുഖങ്ങൾ അനുഭവിച്ച് കുറഞ്ഞു വരുമ്പോൾ തതസ്ഥേ ക്ഷീണസുഹൃതാഃ, അനന്തരം അവർ സുഹൃതം ക്ഷയിച്ചവരാൽ, ക്ഷീണസുഹൃതാഃ, ക്ഷീണം സംഭവിച്ച സുഹൃതത്തോടു കൂടിയവരായിട്ട് പുനർലോകം ഇമം, ഈ പുനർലോകത്തെ സതി സംബോധനയാണ്. ഹേ പതിവതിയായവളെ, പുനർലോകം ഇമം പതന്തി, ഈ ലോകത്തിലേക്ക് തന്നെ വീണ്ടും വീഴും. വിവശാഹ, വിവശരാകും. ദേവൈഹി സദ്യോ വിഭ്രംശിതോദയാഹ, ദേവന്മാരാൽ ഭ്രംശിപ്പിക്കപ്പെട്ട ഉദയത്തോടു കൂടിയവരായി ആയിട്ട് അസ്വതന്ത്രരായിട്ട് വിവശരായിട്ട് അവിടെ നിന്നും ഈ ലോകത്തിലേക്ക് വീണ്ടും വീണ്ടും പതിക്കുന്നു. പിതൃലോകത്തിൽ വസിക്കാനുള്ള പുണ്യം അവിടുത്തെ ഭോഗാനുഭവം കൊണ്ട് ക്രമത്തിൽ കുറഞ്ഞു വരും. അപ്പം പിതൃലോകത്തിലേക്ക് എത്തി, അവിടെ നിന്നാണ് പിതൃക്കളെ ആവാഹിച്ച് ബലികർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതെന്നാണ്. ആ പിതൃലോകത്ത് കുറേ കാലം അവർക്ക് കഴിയേണ്ടി വരും. അങ്ങനെ വസിക്കാനും പുണ്യം വേണം പിതൃലോകത്തിലേക്ക് എത്താൻ. ആ പുണ്യം കൊണ്ട് അവിടെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറേ നാൾ കഴിയുമ്പോൾ ഇവിടെ ചെയ്ത പുണ്യമൊക്കെ ക്ഷയിച്ച് കുറഞ്ഞു വരുമ്പോൾ ആ പുണ്യത്തിൻ്റെ ഫലവും കുറയും. നമ്മൾ ബാങ്കിലിട്ടിരിക്കുന്ന പൈസ കുറേശ്ശെ എടുത്ത് തീരുമ്പോൾ പലിശയും തീരും, ആ കിട്ടുന്ന എമൗണ്ടും തീരും. അതുപോലെയാണ് ഒരു സുഖവാസ കേന്ദ്രത്തിലേക്ക് കുറെ കാശടച്ചിട്ട് സുഖമായി താമസിക്കുന്നു. ഓരോ ദിവസവും അവർക്ക് കിട്ടേണ്ട പൈസ എടുത്തെടുത്ത് അവസാനമാകുമ്പോൾ നമ്മളെ പുറത്താക്കും. അതുപോലെയാണ് പുണ്യം കുറഞ്ഞു വന്നാൽ ദേവന്മാർക്ക് പോലും ജീവാത്മാക്കളായിട്ട് ഈ മനുഷ്യലോകത്തിലേക്ക് വരേണ്ടി വരും. അങ്ങനെ വന്നാൽ ശരീരം സ്വീകരിക്കും.
ഈ ജന്മത്തിൽ പുത്രനായിട്ടോ പുത്രിയായിട്ടോ അല്ലെങ്കിൽ പുത്രനുള്ളവരോ പുത്രിയുള്ളവരോ ആയിട്ടൊക്കെ ആയിരിക്കാം പിന്നത്തെ ജന്മത്തിൽ ഇവരുടെ മാതാപിതാക്കന്മാരായി വരുന്നവർ. അതുകൊണ്ടാണ് പ്രജാം അനുപ്രജായന്തേ എന്ന് രസകരമായൊരു പദം പ്രയോഗിച്ചുകൊണ്ടാണ്. ഈ ജന്മത്തിൽ ഒരാളുടെ പുത്രനായിട്ട് ജനിച്ചെങ്കിൽ അടുത്ത ജന്മത്തിൽ അവരുടെ പിതാവായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഈ പുനർലോകത്തെ പ്രാപിച്ചിട്ട് ക്ഷീണഭൂതന്മാരായിട്ട് പെട്ടെന്ന് വിഭ്രംശിതോദയാഹ നശിക്കപ്പെട്ട ഉദയത്തോടു കൂടിയവരായിട്ട് വിവശരായിട്ട് ഈ ലോകത്തെ തന്നെ വീണ്ടും വീണ്ടും പ്രാപിക്കാൻ കാരണമായിത്തീരുന്നു. തതസ്തേ ക്ഷീണസുഹൃദാഹ പുനർലോകമിമം ഫതി പതന്തി വിവശാദേവേ സദ്യോ വിഭ്രംശിതോദയാ. ഫതി ക്ഷീണസുഹൃദാഹ തേ സദ്യ ദേവേ വിഭ്രംശിതോദയാ വിവശാഹ തതഃ ഇമം ലോകം പുനഃ പതന്തി. തതസ്തേ ക്ഷീണസുഹൃദാ പുനർലോകമിമം ഫതി പതന്തി വിവശാദേവൈ സദ്യോ വിഭ്രംശിതോദയാഹം. തതസ്തേ ക്ഷീണസുഹൃദാഃ പുനർലോകമിമം ഫതി പതന്തി വിവശാദേവേ സദ്യോ വിഭ്രംശിതോദയാഹം. തസ്മാത്ത്വം സർവഭാവേന ഭജസ്വ പരമേഷ്ഠിനം തദ്ഗുണാശ്രയയാ ഭക്ത്യാ ഭജനീയപദാംബുജം. തസ്മാത് അതുകൊണ്ട് ത്വം നീ സർവഭാവേന പരമേഷ്ഠിനം ഭജസ്വ എല്ലാ ഭാവത്തോടെയും പരമേഷ്ഠിയായ ഭഗവാനെ തന്നെ ഭജിക്കൂ. അന്യരായ അനേകം ദേവതകൾ നമുക്കുണ്ട്. അവരെയൊക്കെ ഭജിച്ചാൽ അതാത് ഫലങ്ങൾ കിട്ടും, മോക്ഷം കിട്ടില്ല. മോക്ഷം ലഭിക്കണമെങ്കിൽ സാക്ഷാൽ ഭഗവാനെ തന്നെ ഭജിക്കണം. അതുകൊണ്ടാണ് സർവഭാവേന പരമേഷ്ഠിനം ഭജസ്വ എല്ലാ ഭാവത്തോടെയും പരമേഷ്ഠിയായ ഭഗവാനെ തന്നെ ഭജിച്ചുകൊള്ളൂ. തത് ഗുണ ആശ്രയ ഭക്തിയാ ആ ഭഗവാന്റെ ഗുണങ്ങളെ ആശ്രയിച്ചുള്ള ഭക്തി കൊണ്ട് ഭജനീയ പദാംബുജം ഭജിക്കപ്പെടേണ്ട പദാംബുജത്തെ ഭജസ്വ ഭജിച്ചുകൊള്ളൂ. അതുകൊണ്ട് ആർക്കും ഭജിക്കപ്പെടാൻ യോഗ്യമായ പാദത്തോടു കൂടിയവനായ പരമേഷ്ഠിയായ ആ ഭഗവാന്റെ അടുക്കലേക്ക് ഭക്തിപൂർവം എല്ലാ ഭാവനകളോടും കൂടി ഭജിച്ചുകൊള്ളൂ ഭഗവാനെ. തസ്മത്വം സർവഭാവേന ഭജസ്വ പരമേഷ്ഠിനം തദ്ഗുണാശ്രയാ ഭക്ത്യാ ഭജനീയ പദാംബുജം. തസ്മാത് ത്വം ഭജനീയ പദാംബുജം പരമേഷ്ഠിനം തദ്ഗുണാശ്രയ ഭക്ത്യാ സർവഭാവേന ഭജസ്വ. തസ്മത്വം സർവഭാവേന ഭജസ്വ പരമേഷ്ഠിനം തദ്ഗുണാശ്രയാ ഭക്ത്യാ ഭജനീയ പദാംബുജം. തസ്മാത്ത്വം സർവഭാവേന ഭജസ്വ പരമേഷ്ഠിനം തദ്ഗുണാശ്രയാ ഭക്ത്യാ ഭജനീയ പദാംബുജം. വാസുദേവേ ഭഗവതി ഭക്തിയോഗപ്രയോജിത ജനേത്യാശു വൈരാഗ്യം ജ്ഞാനം യത് ബ്രഹ്മദർശനം. വാസുദേവേ ഭഗവതി വാസുദേവൻ എന്ന ഭഗവാനിൽ, ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ എന്നാണ് അർത്ഥം. മലയാളികൾക്ക് ഏറ്റവും പരിചിതമായ പദമാണ്. അവർ ഇതിന് വേറെ അർത്ഥത്തിലാണ് ധരിച്ചിരിക്കുന്നത്. ആ അർത്ഥം കിട്ടണമെങ്കിൽ ഭഗവതീന്ന് ഈകാരാന്ത ദീർഘം വരണം. ഭഗവതീ എന്നാണ് വാക്ക്. ഭഗവതി എന്ന ഹ്രസ്വം പറഞ്ഞാൽ ഭഗവാനിൽ എന്ന് സപ്തമി അർത്ഥത്തിലേക്ക് എത്തും. അതുകൊണ്ട് വാസുദേവൻ എന്ന ഭഗവാനിൽ ഭക്തിയോഗം പ്രയോജിത വേണ്ട വിധത്തിൽ പ്രയോഗിച്ചാൽ, പ്രയോഗിക്കപ്പെട്ടിട്ട് ജനയത്തി ആശു വൈരാഗ്യം
വൈരാഗ്യത്തെ ജനിപ്പിച്ചിട്ട് ജ്ഞാനം പ്ലസ് ബ്രഹ്മദർശനം. യാതൊരു ജ്ഞാനമാണോ അത് ബ്രഹ്മദർശനത്തിന് കാരണമാണ്. എല്ലാ ഭൂതങ്ങളിലും അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ കുറിച്ചുള്ള പ്രേമലക്ഷണാത്മകമായ ഭക്തി കൊണ്ട് ദൃഢമാകുമ്പോൾ വിഷയസുഖങ്ങളിൽ താനേ വിരക്തി ഉണ്ടാകും. ഭക്തി വർദ്ധിക്കുമ്പോൾ മാത്രമേ വിരക്തി ഉണ്ടാവൂ, അതിരെ ഉണ്ടാവില്ല. ആസക്തി കൂടിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണോ ഭക്തി വർദ്ധിക്കുന്നത് അപ്പോൾ വിരക്തി ഉണ്ടാവാൻ കാരണമാകും. ജനത്യാശു വൈരാഗ്യം. ജ്ഞാനം കൊണ്ടല്ലേ മോക്ഷം എന്നാണെങ്കിൽ ഭക്തിയുണ്ടായി, വൈരാഗ്യമുണ്ടായി, പിന്നീട് ജ്ഞാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ജ്ഞാനം അല്ലാതെ ലഭിക്കില്ല. ജ്ഞാനം മോക്ഷോപയോഗിയാണ്. അത് ലഭിക്കണമെങ്കിൽ ഭക്തി തന്നെ അനിവാര്യമാണ്. അതുകൊണ്ട് ഭക്തിയുടെ സുപ്രധാനമായ ഭാഗവതം ഭക്തിയെക്കുറിച്ചാണ് വീണ്ടും വീണ്ടും പറയുക. അതുകൊണ്ട് ഭക്തി കൊണ്ട് ഭഗവാനോടുള്ള പ്രേമം ദൃഢമായി ഉറച്ചു കഴിഞ്ഞാൽ വിഷയസുഖത്തിനോട് വിരക്തി ഉണ്ടാകും. അവിടെ ഉറച്ചെങ്കിലേ വിരക്തി ഉണ്ടാവും, അല്ലെ കിട്ടില്ല. അങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരണത്തിന് കാരണമാകും ആയ ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാകും. ജ്ഞാനവൈരാഗ്യങ്ങളെ ജനിപ്പിക്കാൻ തക്ക ഭക്തി ഉണ്ടായാൽ മോക്ഷം സിദ്ധിക്കുമെന്ന് യാതൊരു സംശയവുമില്ലാതെ സൂചിപ്പിക്കാം. അതുകൊണ്ട് ഈ പരമാനന്ദമെന്ന ബ്രഹ്മദർശനത്തിന് വേണ്ടിയിട്ട് ബുദ്ധിയുടെ രാഗാദികളായ ദോഷങ്ങളെ മാറ്റിയിട്ട് അതിൽ പ്രേമസ്വരൂപമായ ഭക്തി ഉറപ്പിച്ചു നിർത്തണം. വാസുദേവേ ഭഗവതി ഭക്തിയോഗപ്രയോജിതാം ജനേത്യാശു വൈരാഗ്യം ജ്ഞാനം യത് ബ്രഹ്മദർശനം. വാസുദേവേ ഭഗവതി ഭക്തിയോഗപ്രയോജിതാം ജനേത്യാശു വൈരാഗ്യം ജ്ഞാനം യത് ബ്രഹ്മദർശനം. വാസുദേവേ ഭഗവതി പ്രയോജിതഃ ഭക്തിയോഗഃ ബ്രഹ്മദർശനം യത് ജ്ഞാനം വൈരാഗ്യം ആശു ജനയതി. വാസുദേവേ ഭഗവതി ഭക്തിയോഗപ്രയോജിതാം ജനേത്യാശു വൈരാഗ്യം ജ്ഞാനം യത് ബ്രഹ്മദർശനം. വാസുദേവേ ഭഗവതി ഭക്തിയോഗപ്രയോജിതാം ജനേത്യാശു വൈരാഗ്യം ജ്ഞാനം യത് ബ്രഹ്മദർശനം. യഥാസ്ഥിതമർത്ഥേഷു ഫമേഷു ഇന്ദ്രിയവൃത്തിഭിः ന വിഗൃഹാതി വൈഷമ്യം പ്രിയമപ്രിയമിത്യുതാം തദൈവാത്മനാത്മാനം നിസ്സംഗം സമദർശനം ഹേയോപാദേയരഹിതം ആരൂഢം പദമീക്ഷത്തെ. യഥാസ്യ ചിത്തം അർത്ഥേഷു, എപ്പോഴാണോ ഇവന്റെ മനസ്സ്, അസ്യ ചിത്തം അർത്ഥേഷു ഫമേഷു, ഫമങ്ങളായിരിക്കുന്ന അർത്ഥങ്ങളിൽ, ഇന്ദ്രിയവൃത്തിഭിഹി, ഇന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങൾ കൊണ്ട്, യഥാസ്യ ചിത്തം അർത്ഥേഷു ഫമേഷു ഇന്ദ്രിയവൃത്തിഭിഹി ന വിഗൃഹാതി വൈഷമ്യം പ്രിയം അപ്രിയമിതി ഉത. വൈഷമ്യം, പ്രിയം അപ്രിയം വൈഷമ്യം, പ്രിയവും അപ്രിയവുമായ വൈഷമ്യത്തെ, പ്രിയം ഇഷ്ടപ്പെട്ടത് അപ്രിയം ഇഷ്ടപ്പെടാത്തത്, സത്ത് അസത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ മനസ്സ് എവിടെയാണോ തുല്യമായി എല്ലാ പദാർത്ഥങ്ങളിലും ഇരിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് ഇന്ദ്രിയങ്ങളുടെ വ്യാപാരം കൊണ്ട് പ്രിയമോ അപ്രിയമോ എന്ന വിഷമഭാവത്തെ എപ്പോഴാണോ സ്വീകരിക്കാത്തത്, അവൻ തന്നെയാണ് ആത്മന തദൈവ ആത്മന ആത്മാനം നിസ്സംഗം സമദർശനം.
ആത്മാവ് കൊണ്ട് നിസ്സംഗമായ ആത്മാവിനെ സമദർശനത്തോടുകൂടി ഹേയോപായ ഉപാധേയരഹിത, ഹേയം ഉപേക്ഷിക്കേണ്ടത്, ഉപാധേയം സ്വീകരിക്കേണ്ടത്. ഉപേക്ഷിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും ആയത് ഒന്നുമില്ലാത്ത ആരൂഢം പദം ഇക്ഷതെ, എല്ലാറ്റിനും മുകളിൽ കയറിയിരിക്കുന്ന ആ പദത്തെ കാണുക തന്നെ ചെയ്യുന്നു. യഥാശ്ചിത്തമർത്ഥേഷു ഫമേഷു ഇന്ദ്രിയവൃത്തിഭി ന വിഗൃഹാതി വൈഷമ്യം പ്രിയമപ്രിയമിത്യുതാം തദൈവാത്മനാത്മാനം നിസ്സംഗം സമദർശനം ഹേയോപാധേയരഹിതം ആരൂഢം പദമീക്ഷത്തെ. അസ്യ ചിത്തം സമേഷു അർത്ഥേഷു ഇന്ദ്രിയവൃത്തിഭിः പ്രിയം അപ്രിയം വൈഷമ്യം യദാ ന ഗൃഹാതി സ്വഹ തദാ ആത്മന നിസ്സംഗം സമദർശനം ഹേയോപാധേയരഹിതം ആരൂഢം ആത്മാനം പദം ഈക്ഷത്തെ. യഥാശ്ചിത്തമർത്ഥേഷു സമേഷു ഇന്ദ്രിയവൃത്തിഭിः ന വിഗൃഹാതി വൈഷമ്യം പ്രിയം അപ്രിയമിത്യുതാം തദൈവാത്മനാത്മാനം നിസ്സംഗം സമദർശനം ഹേയോപാധേയരഹിതം ആരൂഢം പദമീക്ഷത്തെ. യഥാശ്ചിത്തമർത്ഥേഷു സമേഷു ഇന്ദ്രിയവൃത്തിഭിः ന വിഗൃഹാതി വൈഷമ്യം പ്രിയം അപ്രിയമിത്യുതാം തദൈവാത്മനാത്മാനം നിസ്സംഗം സമദർശനം ഹേയോപാധേയരഹിതം ആരൂഢം പദമീക്ഷത്തെ. യഥാശ്ചിത്തമർത്ഥേഷു സമേഷു ഇന്ദ്രിയവൃത്തിഭിः ന വിഗൃഹാതി വൈഷമ്യം പ്രിയം അപ്രിയമിത്യുതാം തദൈവാത്മനാത്മാനം നിസ്സംഗം സമദർശനം ഹേയോപാധേയരഹിതം ആരൂഢം പദമീക്ഷത്തെ. തീർന്നില്ല. ഇനിയും ഒരു ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയുള്ളൂ. ഈ രണ്ട് വഴിയെക്കുറിച്ചുള്ള വർണ്ണന പൂർണ്ണമാവുകയുള്ളൂ. സമയം പാകമായതുകൊണ്ട് നമുക്കിവിടെ ഉപസംഹരിപ്പിക്കാം. ഉപസംഹാരത്തിന് ശേഷം ആർക്കെങ്കിലും ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.